കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ബൈപ്പാസിൽ കുന്നിയോറ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അദാനി ഗ്രൂപ്പ് NHAയിൽ നേരിട്ട് കോൺട്രാക്റ്റ് ഏറ്റെടുത്തതാണ് ദേശീയപാത 6 വരിപ്പാത നിർമ്മിക്കാൻ വേണ്ടി. വാഗാടിന് അത് സബ് കൊടുക്കുകയും ചെയ്തു. വെങ്ങളം റീച്ചിലെ ഈ 6 വരിപ്പാതയുടെ വർക്കാണിത്. ഒരു സ്ലോപ്പുമില്ലാതെ ഒറ്റയടിക്ക് ഏകദേശം 20 മീറ്ററിൽ അധികമാണ് വാഗാട് മണ്ണിടിച്ച് താഴ്ത്തിയത്. എന്നിട്ട് ആ പാറക്കെട്ടിൻ്റെയും ചെളി നിറഞ്ഞ ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഭിത്തിയുടെയും മുകളിൽ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 15 മീറ്റർ നീളത്തിൽ കമ്പിയടിച്ചു. അതിൻ്റെ ഗുണം എന്താണ് ഉണ്ടായതെന്ന് അറിയണ്ടേ? കുന്നിൻ്റെ മുകളിലുള്ള വീടുകൾക്ക് വിള്ളലുകൾ സംഭവിച്ചു. അവരുടെ കുടിവെള്ളത്തിൻ്റെ കിണറ്റിൽ അടക്കം ഈ 15 മീറ്റർ കമ്പി അടിച്ചു കയറ്റി. അടിച്ച കമ്പിയുടെ മുകളിലൂടെ കെമിക്കൽ അടിച്ചു, അതായത് സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കെമിക്കൽ അടിച്ചു. അങ്ങനെ അവരുടെ കിണറ്റിൽ ആ കെമിക്കൽ ഇറങ്ങി കിണർ ഉപയോഗശൂന്യമായി. ആ കിണറ്റിൽ നിന്നും മോട്ടോർ അടിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇത്. കുടിച്ചാലുണ്ടാകുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ടായിരുന്നു ഇവിടെ. ആ റോഡും ഈ മണ്ണ് ഇടിച്ച് താഴ്ത്തിയതോടുകൂടി അപ്രത്യക്ഷമായി. പകരം അവർ മറ്റൊരു റോഡ് കൂടി നൽകി. എവറസ്റ്റ് കീഴടക്കാൻ ട്രെയിനിങ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ റോഡ് ഉപകാരപ്പെടും എന്നതിനപ്പുറത്ത് പറഞ്ഞതല്ല. അതേപോലെ തന്നെ ഈ റോഡിന്റെ മുകളിൽ വിള്ളലുകൾ വീണിരിക്കും. ഇപ്പോൾ വാഗാടിന്റെ ചില എഞ്ചിനീയേഴ്സ് നമ്മളോട് വിളിച്ചു പറഞ്ഞത്, ഈ വർക്ക് സോയിൽ നെയിലിംഗ് ഞങ്ങളല്ല ചെയ്യുന്നത്, അത് അദാനി സബ് വേറൊരു കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇടിച്ചിട്ടേയുള്ളൂ, ഈ സോയിൽ നെയിലിംഗ് ഞങ്ങളല്ല ചെയ്യുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ കാലാവസ്ഥയെ കുറ്റം പറയും. കേരളത്തിലെ കാലാവസ്ഥ അങ്ങനെയാണെന്ന്. ചന്ദ്രനിലെ കാലാവസ്ഥയെപ്പോലും പ്രതികൂലമായ സാഹചര്യത്തെപ്പോലും പഠിച്ച് അവിടെ താമസിക്കാൻ സാഹചര്യമുണ്ടോ എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് കാലാവസ്ഥയെ കുറ്റം പറയുന്നത്.